നമസ്തേ. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. 4th ചാപ്റ്റർ. 3rd ചാപ്റ്റർ വരെ നിങ്ങൾ പഠിച്ചു, നോട്ട് കംപ്ലീറ്റ് ആക്കി, പ്രോജക്റ്റും അസൈൻമെന്റ് ഒക്കെ ചെയ്തോ? ചെയ്യാത്തവരുണ്ടല്ലേ? ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചു തരണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും. ഓക്കെ, ഇപ്പൊ 3rd ചാപ്റ്റർ പഠിച്ചോ? ടെക്സ്റ്റ് ഒക്കെ വായിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ വിളിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് 4th ചാപ്റ്റർ, വർക്കിംഗ് വിത്ത് വേർഡ് പേർഡ്. ഇതാണ് വർക്കിംഗ് വിത്ത് വേർഡ് പേർഡ്. വാട്ട് ഈസ് വേർഡ് പേർഡ്? വേർഡ് പേർഡ് ഈസ് എ ആപ്ലിക്കേഷൻ. വേർഡ് പേർഡ് ഈസ് എ application which enable us to enter text, create, edit, save, print, format, അങ്ങനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വേർഡ് പേർഡിൽ ചെയ്യാം. വേർഡ് പേർഡ് enable us to create, edit, format, picture adding, save, print, etc. എല്ലാം ചെയ്യാം നമുക്കിതിൽ. എന്തൊക്കെ ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് മാറ്റം വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് ചേഞ്ച് ഒക്കെ ഒന്ന് സ്റ്റൈൽ വരുത്തണമെങ്കിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, പിക്ചർ ആഡ് ചെയ്യാം, സേവ് ചെയ്യാം, നമുക്ക് ആവശ്യമെങ്കിൽ പിന്നെ പ്രിന്റും എടുക്കാം. ഓക്കെ, അതാണ് വേർഡ് പേർഡിന്റെ ഗുണം. ഇനി നമ്മൾ നേരത്തെ വേറൊരു പേഡിനെ പറ്റി പഠിച്ചു. എന്തുവാണ്? നോട്ട് പേഡ്. ഈ വേർഡ് പേർഡും നോട്ട് പേർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാണ്? വേർഡ് പേർഡ് ആൻഡ് നോട്ട് പേർഡ്. എന്തുവാണ് വേർഡ് പേർഡ്, എന്തുവാണ് നോട്ട് പേർഡ് എന്നാണ്? നമ്മൾ രണ്ടും ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യും ഇല്ലേ? നമുക്ക് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. വേർഡ് പേർഡിലും എൻ്റർ ചെയ്യാം, നോട്ട് പേർഡിലും എൻ്റർ ചെയ്യാം. ബട്ട് ദേ ആർ ഡിഫറെന്റ്. നോട്ട് പേർഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഫയൽ അണ്ടർ 64 കിലോബൈറ്റ്. ഒരു 64 കിലോബൈറ്റ് വരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോട്ട് പേർഡില് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ മോർ ദാൻ 64 കിലോബൈറ്റ് വി മസ്റ്റ് യൂസ് വേർഡ് പേർഡ്. അണ്ടർ ദ 64 കിലോബൈറ്റ്, 64 കിലോബൈറ്റിന് താഴെ വരുന്ന അത്രയ്ക്ക് വലിപ്പമുള്ള ഫയൽസ് വി ക്യാൻ യൂസ് നോട്ട് പേർഡ്. ബട്ട് മോർ ദാൻ 64 kilobytes we must use word purd. In the word purd we can add image, pictures, graphics, etc. But in notepad we cannot add images and graphics or pictures. Okay, ഇതാണ് വേർഡ് പേർഡും നോട്ട് പേർഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അടുത്ത് നമുക്ക് വേർഡ് പേർഡ് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ വേർഡ് പേർഡ് വിൻഡോ. വേർഡ് പേർഡ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ദാറ്റ് അലൗസ് us to work with words. നമുക്ക് വേർഡ്സിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു. വേർഡ് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനൊക്കെ വരുന്നതാണ് വേർഡ് യൂസ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. വർക്ക് വിത്ത് വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് യൂസ് ചെയ്യുക, ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വേർഡ് പേർഡ്. വേർഡ് പേർഡ് ഈസ് എ ആപ്ലിക്കേഷൻ ദാറ്റ് അലൗ us to work with words. Therefore, it is called a word processor. നമുക്ക് വേർഡ് ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വേർഡ് പേർഡ്. Okay, it is used to create, edit, format and save documents. നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഇതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം, ദെൻ ഫോർമാറ്റ് ചെയ്യാം, ഡോക്യുമെന്റ് സേവ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് സേവ്. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിന്റെ അപ്പിയറൻസിൽ മാറ്റം വരുത്തുക. അപ്പിയറൻസിൽ എങ്ങനെ മാറ്റം വരുത്താം? കളർ കൊടുക്കാം, പ്ലേസ്മെന്റ് കൊടുക്കാം, ഫോണ്ട്, റൈറ്റിംഗ് സ്റ്റൈൽ, ഫോണ്ട് സൈസ് എല്ലാം മാറ്റാം. ഓക്കെ, നമുക്ക് ഇതിന്റെ പാർട്സ് ഏതൊക്കെയാന്ന് പഠിച്ചാലോ? ദിസ് ഈസ് ദ ടൈറ്റിൽ ബാർ. ടൈറ്റിൽ കണ്ടോ? ഡോക്യുമെന്റ് വേർഡ് പേർഡ് എന്ന് എഴുതിക്കുന്നുണ്ടോ? നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ ടൈറ്റിലാണ് ഇത്, വേർഡ് പേർഡ്. കണ്ടോ? ഇവിടെ നോക്കിയാൽ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകും. അതാണ്
ടൈറ്റിൽ ബാർ, അവിടെ ടൈറ്റിൽ കാണും, ടൈറ്റിൽ ബാർ. ദെൻ വേർഡ് പേർഡ് മെനു, ഇതാണ് വേർഡ് പേർഡ് മെനു. കണ്ടോ, വേർഡ് പേർഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫയൽ എന്നാണ്. ചിലടത്ത് അവിടെ ചിഹ്നം മാത്രമേ കാണൂ, സൈൻ മാത്രമേ, അതിന്റെ ഒരു ഐക്കൺ മാത്രമേ കാണൂ. ഓക്കെ, വേർഡ് പേർഡ് ടൈറ്റിൽ ബാർ കണ്ടല്ലോ, ദിസ് ഈസ് ടൈറ്റിൽ ബാർ. ദെൻ വേർഡ് പേർഡ് ബട്ടൺ കണ്ടോ, വേർഡ് പേർഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ, വേർഡ് പേർഡ് ബട്ടൺ. ദെൻ ഇത് റിബൺ, ഈ ഗ്രൂപ്പ് ഒക്കെ വരുന്നതിന്റെ പേരാണ് റിബൺ. എന്താണ് റിബൺ? ദെൻ ദിസ് ഈസ് കഴ്സർ, ബ്ലിങ്ക് ചെയ്ത് വരുന്നുണ്ടോ, കഴ്സർ, ഇതിന്റെ പേരാണ് കഴ്സർ. ഓക്കെ, ഒന്നുകൂടി, ടൈറ്റിൽ ബാർ, വേർഡ് പേർഡ് ബട്ടൺ, റിബൺ, കഴ്സർ. ഓക്കെ, ഈ നാലെണ്ണത്തിന്റെ പേര് മറക്കില്ലല്ലോ, ടൈറ്റിൽ ബാർ, വേർഡ് പേർഡ് ബട്ടൺ, റിബൺ, കഴ്സർ. ദെൻ ഇവിടെ ഒരു 1 2 3 കണ്ടോ, ഇതിന്റെ പേരാണ് റൂളർ. എന്തുവാണ്? റൂളർ. അപ്പൊ എന്തൊക്കെയായി? ടൈറ്റിൽ ബാർ, വേർഡ് പേർഡ് ബട്ടൺ, റിബൺ, കഴ്സർ, റൂളർ. ഈ ടൈപ്പ് ചെയ്യാൻ എടുക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്തുവാണ്? ടെക്സ്റ്റ് ഏരിയ. എന്തുവാണ്? ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയയിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നത്, അതാണ് ടെക്സ്റ്റ് ഏരിയ. ദെൻ ഇതാണ് സ്റ്റാറ്റസ് ബാർ. ഓക്കെ, ഇതാണ് സ്റ്റാറ്റസ് ബാർ. ഇത്രയാണ് ഇതിനകത്തുള്ള മെയിൻ പാർട്സ്. ഏതൊക്കെയാണ്? ടൈറ്റിൽ ബാർ, വേർഡ് പേർഡ് ബട്ടൺ, റൂളർ. റൂളർ ആണോ? ആണോ? ആ, തെറ്റിയ പറയണം കേട്ടോ. റിബൺ, റൂളർ, കഴ്സർ, ദെൻ ടെക്സ്റ്റ് ഏരിയ, സ്റ്റാറ്റസ് ബാർ. എത്ര എണ്ണം കൗണ്ട് ചെയ്ത് പറഞ്ഞേ? 1 ടൈറ്റിൽ ബാർ, 2 വേർഡ് പേർഡ് മെനു, 3 റിബൺ, 4 കഴ്സർ, 5 റൂളർ, 6 ടെക്സ്റ്റ് ഏരിയ, 6 സ്റ്റാറ്റസ് ബാർ. ഓക്കെ, 6 ആണോ? 7 സ്റ്റാറ്റസ് ബാർ. ഓക്കെ, ആ 7ന്റെ പേര്, ആ 7 ഐറ്റംസിന്റെയും പേര് ഒന്ന് കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇത് എങ്ങനെയാ എടുക്കുന്ന? വേർഡ് പേർഡ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാ? മൈക്രോസോഫ്റ്റ് ഓഫീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ പ്രോഗ്രാംസ്, ആക്സസറീസ്, വേർഡ് പേർഡ്. ഓക്കെ, അതിന് 4 സ്റ്റെപ്പാണുള്ളത്. കാണാതെ പറഞ്ഞേ. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഐക്കൺ, ഇതിൽ അങ്ങനെ അല്ല കേട്ടോ എടുക്കുന്നേ. ഇത് വിൻഡോസ് 10 ആണ്, അതുകൊണ്ട് ഇതിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഐക്കൺ, ഓൾ പ്രോഗ്രാംസ്, ആക്സസറീസ്, വേർഡ് പേർഡ്. അപ്പൊ 4 സ്റ്റെപ്പ് പറഞ്ഞേ. മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, ഓഫീസ് ബട്ടൺ ആണോ? ഓഫീസ് ഐക്കൺ, ഓൾ പ്രോഗ്രാംസ്, ആക്സസറീസ്, വേർഡ് പേർഡ്. ഓക്കെ, ഇനി ഓരോന്നിന്റെയും ഡിസ്ക്രിപ്ഷൻ പഠിക്കാം. എലമെന്റ്സ് ഏതൊക്കെയാണ്? ടൈറ്റിൽ ബാർ ഇല്ലേ? വാട്ട് ഈസ് ടൈറ്റിൽ ബാർ? ഇറ്റ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ ഫയൽ ആൻഡ് പ്രൊവൈഡ് സം ബേസിക് ഐക്കൺസ് സച്ച് ആസ് സേവ്, അൺഡു, റീഡു. അപ്പൊ എന്തുവാണ് ടൈറ്റിൽ ബാർ? ഇറ്റ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ ഫയൽ. നമ്മളിപ്പോ എടുത്തേക്കുന്ന ഏതാണോ അതിന്റെ പേര് വരും. ഓക്കെ, നെയിം വരും. പിന്നെ സേവ്, അൺഡു, റീഡു തുടങ്ങിയ ബട്ടൺസ് നമുക്കിതിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഇറ്റ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ ഫയൽ ആൻഡ് പ്രൊവൈഡ്സ് സം ബേസിക് ഐക്കൺസ്. ഏതാണ് ബേസിക് ഐക്കൺസ്? സേവ്, അൺഡു ആൻഡ് റീഡു. Then വേർഡ് പേർഡ് മെനു. ഇതാണ് വേർഡ് പേർഡ് മെനു. പ്രൊവൈഡ് കമാൻഡ്സ് ടു ക്രിയേറ്റ്,
ഓപ്പൺ, സേവ്, പ്രിന്റ് ആൻഡ് ക്ലോസ്. എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. ക്രിയേറ്റിന് പകരമാണ് ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ന്യൂ. കണ്ടോ? ഇവിടെ എടുത്തിട്ടേക്കുന്നുണ്ടാണ് വരാത്ത കേട്ടോ. ഇത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയും. സെലക്ട് ചെയ്യുന്ന എങ്ങനെ നോക്കി, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, വേർഡ്പാഡ് മെനു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ക്രിയേറ്റ് ആണ് ന്യൂ കേട്ടോ. ക്രിയേറ്റ്, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, എക്സിറ്റ്, പേജ് സെറ്റപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് എന്തൊക്കെ പഠിക്കണം? ക്രിയേറ്റ് അല്ലെങ്കിൽ ന്യൂ. ഓക്കെ, ഓപ്പൺ, സേവ്, സേവ് ആസ്, ക്ലോസ്, ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ്, ഇത്രയും പഠിക്കും. ഓക്കെ, ഇതാണ് വേർഡ്പാഡിലുള്ളത്. അടുത്ത റിബൺ. റിബൺ ആണ് നമ്മൾ ഈ കാണുന്നത്. അതിനകത്ത് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ? കണ്ടോ? ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, ഇൻസേർട്ട്, എഡിറ്റിംഗ്. കണ്ടോ? ഈ ഗ്രൂപ്പ്സ് എല്ലാം കണ്ടന്റ് ചെയ്യുന്നത് റിബണിലാണ്. അതിനകത്ത് എന്തൊക്കെ ടാബുകളാണുള്ളത്? 2 ടാബ്സ് ഉണ്ട് അല്ലെ റിബണില്. പ്രധാനമായിട്ട് ഹോം ടാബും വ്യൂ ടാബും. കണ്ടോ? ഏതൊക്കെ ടാബാണ്? ഹോം ടാബ് ആൻഡ് വ്യൂ ടാബ്. റിബൺ കണ്ടെയ്ൻ 2 ടാബ്സ്. ഏതൊക്കെയാണ്? ഹോം ടാബ് ആൻഡ് വ്യൂ ടാബ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫോർമാറ്റ്, ടെസ്റ്റ് ആൻഡ് വർക്ക് വിത്ത് വേർഡ്പാഡ്. ഇത് ഫോർമാറ്റ് ചെയ്യാം. പേജിൽ ഫോർമാറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടോ? ഫോണ്ടിൽ ഫോർമാറ്റ് ചെയ്യാം, പാരഗ്രാഫ് ഡിസൈൻ ചെയ്യാം, പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. കണ്ടോ? അപ്പം ഇതാണ് റിബൺ എന്ന എലമെന്റിനകത്ത് ഉള്ളത്. റൂളർ ഡിസ്പ്ലേ ദ പേജ് മാർജിൻ ആൻഡ് ഇൻഡെൻസ്. കണ്ടോ? മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കണ്ടോ? മാർജിൻ മാറുന്നുണ്ടോ? ഇങ്ങനെ മാർജിൻ സെറ്റ് ചെയ്യാനാണ് റൂളർ. ദെൻ ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ കണ്ടെയ്ൻ ദ ആക്ച്വൽ ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക് കണ്ടന്റ് ഓഫ് ദ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ ആക്ച്വൽ ടെക്സ്റ്റും പിക്ചറും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുവരാം. ഒരു പിക്ചർ എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ? നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ആക്ച്വൽ പിക്ചറും ഗ്രാഫിക്കും എല്ലാം, ഡോക്യുമെന്റിന്റെ പിക്ചറും ഗ്രാഫിക്കും എല്ലാം നമുക്ക് കണ്ടെയ്ൻ ചെയ്തത് ഈ ടെക്സ്റ്റ് ഏരിയയിലാണ്. അടുത്ത കഴ്സറോ. കഴ്സർ ഡിറ്റർമൈൻസ് ദ പ്ലേസ് വെയർ ദ ടെക്സ്റ്റ് വിൽ ബി ഇൻസേർട്ടഡ് ഇൻ ദ ടെക്സ്റ്റ് ഏരിയ. നമ്മൾ എവിടെ ടെക്സ്റ്റ് ഏരിയയിൽ എവിടെയാണ് ടെക്സ്റ്റ് വേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഈ കഴ്സറാണ്. കഴ്സർ ഡിറ്റർമൈൻസ് ദ പ്ലേസ് where the text will be inserted in the text area. ടെക്സ്റ്റ് ഏരിയയിൽ എവിടെ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് കഴ്സറാണ്. നമ്മൾ കഴ്സർ എവിടെ വെക്കുന്നു അവിടെ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാം. കണ്ടോ? അപ്പം ടെക്സ്റ്റ് എവിടെ വേണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? കഴ്സർ. കഴ്സർ ഡിറ്റർമൈൻസ് ദ പ്ലേസ് where the text will be inserted. കഴ്സർ കാണപ്പെടുന്ന ഏരിയയുടെ പേരെന്തുവാണ്? ടെക്സ്റ്റ് ഏരിയ. അടുത്തത് സ്റ്റാറ്റസ് ബാർ. എന്താണ് സ്റ്റാറ്റസ് ബാർ? നമ്മളൊരു സാധനത്തിനെ, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തെങ്കിൽ അത് കാണിക്കുന്ന സ്ഥലമാണ്. അത് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ കമാൻഡിനെയോ പ്രോസസ്സിന് വേണ്ടി സെലക്ട് ചെയ്താൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? ഇവിടെ ഇൻഫർമേഷൻ തരുള്ളൂ. ആ ഇൻഫർമേഷൻ കിട്ടുന്ന സ്പേസ് ആണ് സ്റ്റാറ്റസ് ബാർ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ മെയിൻ എലമെന്റ്സ് എന്തൊക്കെയാണ്? ടൈറ്റിൽ ബാർ, വേർഡ്പാഡ് മെനു, റൂളർ. റൂളർ ഏതാണ്? ഇത് അല്ലെ? ഇത് റിബൺ, റൂളർ, ടെക്സ്റ്റ് ഏരിയ, കഴ്സർ. ഓക്കെ, എല്ലാത്തിന്റെ ഉപയോഗം അറിയാലോ. ഓക്കെ, ദെൻ entering the editing text. Entering and editing text. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ബ്ലിങ്കിങ് കഴ്സർ ഉണ്ട് അല്ലേ? ആ ബ്ലിങ്കിങ് കഴ്സർ ഉണ്ട്. അവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഐ ആം എ ബോയ്. ക്ലിക്ക് ചെയ്തു. ദെൻ ഐ ആം
studying in Sri Saraswati Vidyaniketan Malayakkeevu. Okay, I am in 6th standard. നമ്മൾ എഴുതിയല്ലേ? നമ്മൾ എവിടെ വന്നപ്പോഴാണ് ഈ കഴ്സർ താഴെ പോകുന്നത്? ഒന്ന് നോക്കിയേ. STANDARD. ഒരു വേർഡിന്റെ മിഡിലെത്തിയപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആ വേർഡ് അവിടെ എൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാർജിൻ ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഇത്രയും സ്പേസിനിടയ്ക്ക് ആ വേർഡ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് കമ്പ്യൂട്ടറിന് തോന്നിയാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ആ വേർഡ് താഴെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് വേർഡ് റാപ്പ്. എന്തുവാണ്? വേർഡ് റാപ്പ്. വേർഡ് റാപ്പ്. ഇതിന്റെ പേരെന്തുവാണ്? വേർഡ് റാപ്പ്. ഞാൻ ഇതിനെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണേ. ബോൾഡ് ആക്കി, ഇറ്റാലിക്സ് ആക്കി, അണ്ടർലൈൻ ചെയ്തു, അതിന്റെ വലിപ്പം കൂട്ടി. ഇതിന്റെ പേരാണ് വേർഡ് റാപ്പ്. കണ്ടോ എന്തുവാണ് വേർഡ് റാപ്പ്? When the cursor reaches the end of a line, cursor reaches the end of the line, WordPad automatically moves the cursor to the next line. WordPad എന്ത് ചെയ്യും? കഴ്സറിനെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ലൈനിലേക്ക് മൂവ് ചെയ്യും. അതിന്റെ പേരാണ് വേർഡ് റാപ്പ്. എന്തുവാണ് വേർഡ് റാപ്പ്? ഒന്ന് പറഞ്ഞേ. When the cursor reaches the end of a line, WordPad automatically moves the cursor to the next line. It is called word wrap. Okay. ഇതിനകത്ത് വ്യൂവില് വേർഡ് റാപ്പ് കമാൻഡ് എന്നൊരു സാധനം ഉണ്ട്. കണ്ടോ? വേർഡ് റാപ്പ് കണ്ടോ? അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. ഓക്കെ, അതിനകത്ത് എത്ര സെക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് പോവാം. 3 എണ്ണം. നോ റാപ്പ്, നമുക്ക് റാപ്പ് ചെയ്യണ്ട. ഇങ്ങനെ തിരിച്ച് വേർഡിനെ മുറിച്ച് മാറ്റി കൊണ്ടുവന്നാലും മതി എന്നുള്ളതാണ് വേർഡ് റാപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്കിത് ഇത് വേർഡ് റാപ്പാണ്. എന്ത് ചെയ്യും? വേർഡ് അത് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും അടുത്ത കഴ്സറിലോട്ട്. അവിടെ ശരിയാവുന്നില്ല എന്ന് കണ്ട ഈ നോ റാപ്പ് കൊടുത്താൽ എന്ത് ചെയ്യും? അങ്ങനെ വരില്ല. അടുത്ത റാപ്പ് ടു വിൻഡോ, റാപ്പ് ടു റൂളർ. നമ്മളിപ്പോൾ റാപ്പ് ടു റൂളർ ആണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? റൂളറിന്റെ ബേസിൽ ഇത് വേർഡ് റാപ്പ് ചെയ്ത് വന്നോളൂ. ഓക്കെ, ഓക്കെ, നിങ്ങളോട് ഞാൻ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് വേർഡ്പാഡ് എന്നൊരു സബ്ജക്റ്റ് തന്നു എന്ന് കരുതുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും? ഒരു പാരഗ്രാഫ് വേർഡ്പാഡിനെ പറ്റി റൈറ്റ് ചെയ്തു. നിങ്ങൾ എനിക്കത് സബ്മിറ്റ് ചെയ്തു. ഞാനത് വായിച്ചു നോക്കാതെ വിത്തൗട്ട് റീഡിങ് വി ആർ ഗോയിങ് ടു പ്രിന്റിങ് എന്ന് വെച്ചു സപ്പോസ്. എന്നാൽ 100 കോപ്പീസ് എടുത്തു. എത്ര കോപ്പീസ് ആണ്? 100 കോപ്പീസ് എടുത്തു. 100 കോപ്പീസ് എടുത്തതിന് ശേഷം ഐ ആം റീഡിങ് ദ പാരഗ്രാഫ്. അപ്പൊ ഞാൻ എന്ത് കണ്ടു? ഞാനൊരു മിസ്റ്റേക്ക് അതിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് കരുതുക. അപ്പൊ നമ്മൾ ഈ 100 കോപ്പീസ് എടുത്തത് വേസ്റ്റ് ആവില്ലേ? വേസ്റ്റ് ആവും. അതിന് മുമ്പ് എന്ത് ചെയ്യുക? അതിന്റെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത പാരഗ്രാഫ് ഞാനൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് കണ്ടു. ഓക്കെ, പ്രിന്റ് എടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. വേണ്ടാത്തത് വെട്ടിക്കളയാം. ഒന്നിൽ കൂടുതൽ തവണ വേണമെങ്കിൽ നമുക്ക് ആ വേർഡ് എഴുതി ചേർക്കാം. ഇല്ലേ? അങ്ങനെ ചെയ്യുന്നതിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഡിറ്റിംഗിൽ സാധാരണ അതിനെന്തൊക്കെ ചെയ്യാം? കറക്റ്റിംഗ് ചെയ്യാം, റീഅറേഞ്ച് ദ റിട്ടൺ ടെസ്റ്റ് ചെയ്യാം, റിവൈസ് ചെയ്യാം,
ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്യാം ഇല്ലേ? ഇതൊക്കെ ചെയ്യാൻ കഴിയും. ഈ എഡിറ്റ് വേർഡ് ഡോക്യുമെന്റിൽ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 കമന്റ്സ് ആണ് കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്. ഏതൊക്കെയാണ്? കട്ട്, കോപ്പി ആൻഡ് പേസ്റ്റ്. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിമൂവ് ദ സെലക്ടഡ് ടെക്സ്റ്റ്. ഫസ്റ്റ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും എന്ന് നോക്കാം. എന്ത് ചെയ്യുക? നമുക്കിത് മൊത്തത്തിലെ സെലക്ട് ചെയ്തിട്ട് കണ്ടു കൊടുക്കുവാണ്. ഓക്കെ, മൊത്തം സെലക്ട് ചെയ്ത് സൈസ് ഒന്ന് കൂട്ടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ കട്ട് എന്താണെന്നാണ്? കട്ട് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ സെലക്ടഡ് ടെക്സ്റ്റ്. സെലക്ടഡ് ടെക്സ്റ്റിന് അയാമെന്ന് വേണ്ട. നമുക്ക് അയാമെന്നുള്ള സെന്റൻസ് ഇവിടെ വേണ്ട, വാക്ക് വേണ്ട എന്ന് വിചാരിക്കുക. എങ്ങനെ സെലക്ട് ചെയ്യും? ക്ലിക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ്. ക്ലിക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേർഡ്. ദെൻ ഡ്രാഗ് ടു ദ എൻഡ്. ആ വേർഡിന്റെ എൻഡ് വരെ എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്യുക. ഇറ്റ് ബിക്കെയിം ഹൈലൈറ്റഡ് വിത്ത് ബ്ലൂ കളർ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് വേർഡ്സ് ആർ സെലക്ടഡ്. ഈ സെലക്ടഡ് വേർഡ്സിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് എങ്ങോട്ട് മാറ്റും? പ്ലേസ് ഇറ്റ് ഇൻ എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഇൻ വിൻഡോസ് കോൾഡ് ക്ലിപ്പ് ബോർഡ്. ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ്. വിൻഡോസിലുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ് ക്ലിപ്പ് ബോർഡ്. അപ്പൊ എന്തിനാണ് കട്ട് ഉപയോഗിക്കുന്നത്? ടു റിമൂവ്. നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, കട്ട് കിടക്കുന്നുണ്ടോ? സെലക്ട് ചെയ്യുക, ദെൻ കട്ട്. പോയത് കണ്ടോ? റിമൂവ് ചെയ്തു. ഇപ്പൊ ഇതെവിടെയാണ്? ഇറ്റ് പ്ലേസ് ഇറ്റ് ഓൺ എ ഇൻ എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ. ക്ലിപ്പ് ബോർഡ് എന്ന് വിളിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഏരിയയിൽ ഇത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ അവിടെ വെച്ചിട്ട് നമ്മൾ കോപ്പി കൊടുക്കൂ എന്ന് വെച്ചു. ഓക്കെ, അത് പോയി. ഓക്കെ, നമ്മളിപ്പോ എന്ത് ചെയ്തു? കട്ട് ചെയ്തു ഇല്ലേ? ടു റിമൂവ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഇൻ വിൻഡോസ് കോൾഡ് ക്ലിപ്പ് ബോർഡ്. ദെൻ കോപ്പി. നമ്മൾ എന്തിനാണ് കോപ്പി കൊടുക്കുന്നത്? ടു കോപ്പി ദ സെലക്ടഡ് ടെക്സ്റ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ക്ലിപ്പ് ബോർഡ്. മറ്റതുപോലെ തന്നെയാണ്, പക്ഷെ ഇത് റിമൂവ് ചെയ്യില്ല, പകരം കോപ്പി ചെയ്യും. നോക്കിയേ, ഞാൻ സെലക്ട് ചെയ്തു, കോപ്പി കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കോപ്പി ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു എന്നുള്ള വേർഡ്സ് ക്ലിപ്പ് ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടും ഇല്ല. റിമൂവ് ചെയ്യണമെങ്കിൽ കട്ട് കൊടുക്കുക, റിമൂവ് ചെയ്യണ്ട, അതിന്റെ ഒരു കോപ്പി മതിയെങ്കിൽ കോപ്പി കൊടുക്കുക. ദെൻ ക്ലിക്ക് ഹിയർ, then click on paste. Click on paste. കണ്ടോ, അവിടെ വന്നത് കണ്ടോ? ഇതാണ് കട്ട്, കോപ്പി, പേസ്റ്റ്. പേസ്റ്റ് എന്തിനു വേണ്ടിയാണ്? ടു ഇൻസേർട്ട് ദ ടെക്സ്റ്റ് പ്രസന്റ് ഇൻ ദ ക്ലിപ്പ് ബോർഡ് അറ്റ് ദ ഇൻസേർഷൻ പോയിന്റ്. നമ്മൾ ഇൻസേർഷൻ പോയിന്റിൽ നമ്മൾ കഴ്സർ വെച്ചിരിക്കുന്ന പോയിന്റിനെയാണ് എന്തോ പറയണേ? ഇൻസേർഷൻ പോയിന്റ്. ഇൻസേർഷൻ പോയിന്റിൽ എന്ത് ചെയ്യുക? നമ്മളെ ക്ലിപ്പ് ബോർഡിൽ ഇരിക്കുന്ന ടെക്സ്റ്റിനെ ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് പേസ്റ്റിന്റെ ജോലി. ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമുക്കിപ്പോ ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു. ആദ്യം കട്ട് ചെയ്യണോ കോപ്പി ചെയ്യണോ? ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. കട്ട്. ദെൻ കഴ്സർ നമ്മളിവിടെ വെച്ചു, പേസ്റ്റ് കൊടുത്തു. ഒന്നാണ്ടോ റിമൂവ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് പോയിട്ട് ക്ലിപ്പ് ബോർഡിൽ നിന്ന് തിരിച്ചു കൊണ്ടുവച്ചതാണ് ഇത്. ഓക്കെ, ദെൻ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. പിക്ചറിനാണെങ്കിൽ നടുക്ക് വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, സെലക്ട് ആവും. ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക, കഴ്സർ ഇവിടെ കൊണ്ടുവയ്ക്കുക. വേറെ നമ്മൾ ഇൻസേർഷൻ പോയിന്റ് വേണമല്ലോ. കഴ്സർ ഇവിടെ വെച്ചു. ഇൻസേർഷൻ പോയിന്റ് വേർഡ് റാപ്പിന് ശേഷമാണ്. ഓക്കെ, പേസ്റ്റ് കൊടുക്കുക. കണ്ടോ, അതിന് ശേഷം വേറെ ഒന്നും കൂടി വന്ന കണ്ടോ? 2 ഇതാണ് കോപ്പിയും
കോപ്പി പേസ്റ്റ് കമാൻഡ്സ്. ഓക്കെ, കട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞ ടു മൂവ് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഓർ പിക്ചർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, കോപ്പി പേസ്റ്റ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് സെലക്ടഡ് ഐറ്റം ഇൻസ്റ്റെഡ് ഓഫ് റീടൈപ്പ്. ഇപ്പൊ നമുക്ക് ഒന്നുകൂടി വരയ്ക്കേണ്ട, പിക്ചർ ഒന്നുകൂടി വരയ്ക്കേണ്ട, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒന്നുകൂടി എഴുതണ്ട. എന്ത് ചെയ്യാം, നമുക്കത് മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് കോപ്പി പേസ്റ്റ്. ഓക്കെ, ഇനി ഷോർട്ട് കട്ട് കീസ് പഠിക്കാം. ഓക്കെ, ഷോർട്ട് കട്ട് കീസ് കട്ടിന് ഏതാണ്? കൺട്രോൾ എക്സ്. കട്ടിന്റെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ എക്സ്. പറഞ്ഞേ, കട്ട് കൺട്രോൾ എക്സ്. കോപ്പി കൺട്രോൾ സി. കോപ്പിക്ക് ഏതാണ്? കൺട്രോൾ സി. പേസ്റ്റിനോ? കൺട്രോൾ വി. 3 ഷോർട്ട് കട്ട് കീസ് പറഞ്ഞേ. കട്ട് കൺട്രോൾ എക്സ്, കോപ്പി കൺട്രോൾ സി, പേസ്റ്റ് കൺട്രോൾ വി. അറിയാലോ. ഇനി അത് കീബോർഡ് വെച്ച് ചെയ്യണം. എങ്ങനെ ചെയ്യും? കൺട്രോൾ കീയിൽ പ്രസ് ചെയ്യുക, കൂടെ സി കട്ട് പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ സി കോപ്പി. കട്ട് പറയുമ്പോഴോ കൺട്രോൾ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ എക്സ് ബട്ടണിലും ക്ലിക്ക് ചെയ്യുക. അതാണ് കട്ട്. പേസ്റ്റ് ആണെങ്കിലോ കൺട്രോൾ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വിയിൽ പ്രസ് ചെയ്യുക, കൺട്രോൾ വി. അതാണ് പേസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോ കോപ്പി പേസ്റ്റ് ഞാൻ പഠിച്ചല്ലോ. അത് നമുക്ക് കട്ട് കോപ്പി പേസ്റ്റ് ഇത് മൂന്നുമാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് കട്ട്, സെലക്ട് ദ വേർഡ് ഓർ സെന്റൻസ്. ഓക്കെ, ഞാൻ ഇത്രയും സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തു. ഞാൻ കൺട്രോൾ എക്സ് കൊടുക്കുവാണ്. കൺട്രോൾ എക്സ് കട്ടായി. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, കഴ്സർ വെച്ചു, കൺട്രോൾ സി കൊടുത്തു. സോറി, കൺട്രോൾ വി. കൺട്രോൾ സി കോപ്പിയുടേതല്ലേ, കൺട്രോൾ വി പേസ്റ്റ്. കണ്ടോ, വന്നത് കണ്ടോ? ഓക്കെ, ഞാനത് എനിക്ക് വീണ്ടും എന്ത് വേണം? ഇതിന്റെ ഒരു കോപ്പി കൂടെ വേണം. ഇനിയും പേസ്റ്റ് കൊടുത്താൽ വരും, എന്നാൽ നമുക്കിനി കോപ്പി പഠിക്കാം. ഓക്കെ, ദെൻ സെലക്ട് ദ സെന്റൻസ്, ക്ലിക്ക് ഓൺ കൺട്രോൾ സി, place the cursor, control V, control V, control V, control V. കണ്ടോ, മൾട്ടിപ്പിൾ കോപ്പീസ് വരുന്ന കണ്ടോ? ഇതാണ് കോപ്പി പേസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്കിത് സേവ് ചെയ്യാൻ പഠിക്കാം. സേവ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കിയേ. ക്ലിക്ക് ഓൺ ദ ആരോ in the WordPad menu. WordPad മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് WordPad മെനു, then സേവ് ഓപ്ഷൻ. സേവ് ഓപ്ഷൻ. സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണ് വന്നത്. കണ്ടോ, സേവ് ആസ് ടൈറ്റിൽ ബാറിൽ കൊടുത്തേക്കുന്നത് കണ്ടോ, സേവ് ആസ് എന്ന്. ഇതാണ് സേവ് ആസ് ഡയലോഗ് ബോക്സ്. നമ്മൾ എന്ത് ചെയ്യണം? സേവ് ആസ് ഡയലോഗ് ബോക്സിൽ നമ്മൾ വരുന്നത് ഡീഫോൾട്ട് എവിടെയാണ് സേവ് ചെയ്യുന്നത് നോക്കി. ഇതാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ദിസ് പി സിയിൽ ഡോക്യുമെന്റ് എന്നാണ് കിടക്കുന്നത് കണ്ടോ. അപ്പൊ ഇതാണ് ഡീഫോൾട്ട് സ്റ്റോറേജ് ഫോൾഡർ. ഡീഫോൾട്ട് സ്റ്റോറേജ് ഫോൾഡർ ഏതാണ്? ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫയൽ നെയിം കിടക്കുന്നുണ്ടോ? അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നെയിം അടിച്ചു കൊടുക്കാം, സ്റ്റാൻഡേർഡ് ഫയൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫയൽ. ദെൻ സേവ്. സേവ് ആയിട്ടുണ്ട് കേട്ടോ. സേവിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ എസ്. ഏതാണ്? കൺട്രോൾ എസ്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? കട്ട് കൺട്രോൾ എക്സ്,
കോപ്പി കൺട്രോൾ സി, പേസ്റ്റ് കൺട്രോൾ വി, സേവ് കൺട്രോൾ എസ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വേർഡ് പാഡ് മെനുവിലെ കാര്യങ്ങളാണ്. വേർഡ് പാഡ് മെനുവില് ന്യൂ, ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ്. അതിന്റെ ഐക്കൺ കണ്ടോ? ഒരു പേപ്പർ. ന്യൂ എന്തിനു വേണ്ടിയാണ്? ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ്. ഓപ്പൺ, ഓപ്പൺ എ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡോക്യുമെന്റ്. മറ്റത് ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഓപ്പൺ ആണെങ്കിലോ ഇതിനകത്ത് നിലവിലുള്ള ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. അതാണ് ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. സേവോ എന്തിനു വേണ്ടിയാണ്? സേവ് എ ഡോക്യുമെന്റ്. സേവ്. ഓക്കെ, ദെൻ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. നമുക്ക് ഫോർമാറ്റിംഗ് പഠിക്കാം. ഓക്കെ, ഫോർമാറ്റിംഗില് നമ്മളൊരു വേർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു. ഓക്കെ, ഫോർമാറ്റിംഗിൽ നമ്മൾ എന്തൊക്കെയാ നോക്കിയേ? ബോൾഡ്. ഓക്കെ, ബോൾഡ് ആയി അല്ലേ? ഇറ്റാലിക്സ്, അണ്ടർലൈൻ, എന്താണ്? സ്ട്രൈക്ക് ത്രോ എന്ന് പറഞ്ഞാൽ നടുക്കൂടി വര വരുന്നതാണ് സ്ട്രൈക്ക് ത്രോ. ഓക്കെ, അടുത്തത് നമുക്കിതിന്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റാം. ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. കണ്ടോ? അടുത്തതിന്റെ സൈസ് മാറ്റാം. ഓക്കെ, വേർഡിന്റെ കളർ മാറ്റാം. കണ്ടോ? സൈസ് കൂട്ടാം, സൈസ് കൂട്ടാം. ഇതാണ് സ്ട്രിംഗ്. സ്മോൾ ആക്കുക, പിന്നെ ലാർജും സ്ട്രിംഗും ഒക്കെ വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം, അണ്ടർലൈൻ, അതിന്റെ ഫോണ്ടിന്റെ സ്റ്റൈല് മാറ്റാം, ഫോണ്ട് സൈസ് മാറ്റാം. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ഫോണ്ട്സ്. ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് എന്തൊക്കെ മാറ്റാം? ഫോണ്ട് മാറ്റാം, സൈസ് മാറ്റാം, ബോൾഡ് ആക്കാം, അണ്ടർലൈൻ ഇടാം, ഇറ്റാലിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതില് കളർ മാറ്റാനും പറ്റും ഇല്ലേ? കളർ മാറ്റുകയും ചെയ്യാം. ഇതിലാണ് കളർ മാറ്റുക. ഫോണ്ട് കളർ വലിയ വെക്കുമ്പോൾ കാണുന്നുണ്ടോ? ടെക്സ്റ്റ് കളർ. ടെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിന്റെ കളർ മാറ്റുക. ഏത് കളർ മാറ്റുക? ഓക്കെ, ദെൻ ബുള്ളറ്റ്സ് ആൻഡ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത്രയും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇതാണ് ബുള്ളറ്റ്സ്. കണ്ടോ? സ്റ്റാർട്ട് എ ലിസ്റ്റ്. ബുള്ളറ്റ്സ് ഒന്നുണ്ടോ? ഓക്കെ, ബുള്ളറ്റ്സ് ആണ് ഇത്. നമ്പറിങ്, ഇതാണ് നമ്പർ. നമ്പർ കൊടുക്കുവാണെങ്കിൽ 1 2 3 വരും. ബുള്ളറ്റ്സ് ആണെങ്കിലോ ഇത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം? കസ്റ്റം ചെയ്യാം. നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബുള്ളറ്റ്സ് നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഹോം ടാബില് പാരഗ്രാഫ് ഗ്രൂപ്പില് ബുള്ളറ്റ്സ് ആക്കാം. ഹോം ടാബില് പാരഗ്രാഫ് ഗ്രൂപ്പ് ബുള്ളറ്റ്. കണ്ടോ? സ്റ്റാർട്ട് ലിസ്റ്റ് കൊടുക്കുക, അതിൽ ബുള്ളറ്റ് സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബുള്ളറ്റ് സ്റ്റൈൽ എൻ്റർ ചെയ്യാം. ഇപ്പം നമുക്ക് പുതുതായിട്ടൊന്ന് വേണമെങ്കിലോ ഇവിടെ കൊണ്ട് വെക്കുക. നമ്മൾ നോക്കിയേ, എൻ്റർ കൊടുക്കുമ്പോൾ അടുത്ത് വരുന്ന സെന്റൻസിന് മുന്നേ ബുള്ളറ്റ് ഉണ്ടായിരിക്കും. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ നമ്പർ കൊടുത്താലും അതുപോലെ തന്നെ വരും. കണ്ടോ? അടുത്ത ലിസ്റ്റ് വരുമ്പോൾ കണ്ടോ 4 ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. 5 വരുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കലി നമ്പറും ബുള്ളറ്റ്സും നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് കഴിയും.
ഓക്കെ, ദെൻ വ്യൂയിങ് ഓപ്ഷൻ. വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെലക്ട് റൂളർ. റൂളർ ടിക്കാണ് കണ്ടോ. നമ്മളിപ്പം ഓഫ് ആക്കുവാണേ. ഇവിടെ ഇപ്പം റൂളർ ഉണ്ട്. റൂളർ ക്ലിക്ക് ചെയ്യുക. റൂളർ ഡിസപ്പിയർ ആണ്. ഓക്കെ, ഇനി അപ്പിയർ ആക്കുന്നത് എങ്ങനെയാണ്? റൂളർ വന്നു. സ്റ്റാറ്റസ് ബാർ ഇപ്പോൾ ഉണ്ടല്ലോ. ഓക്കെ, സ്റ്റാറ്റസ് ബാർ നമുക്ക് വേണ്ട എങ്കിൽ ക്ലിക്ക്. സ്റ്റാറ്റസ് ബാർ ഇല്ല കണ്ടോ. അതുപോലെ സ്റ്റാറ്റസ് ബാർ ഓൺ ആക്കി, റൂളർ ഓഫ് ആക്കി. റൂളർ മാറി കണ്ടോ. ദെൻ ക്ലിക്ക് ഓൺ റൂളർ. ദെൻ വി ക്യാൻ സീ ദ റൂളർ ഓൺ ദ സ്ക്രീൻ. ഇതാണ് വേർഡ് പാഡിലെ വ്യൂവിംഗ് ഓപ്ഷനിൽ പഠിക്കേണ്ടത് റൂളറാണ്. ഓക്കെ, സ്റ്റാറ്റസ് ബാർ അറിയാം, ഓൺ ആൻഡ് ഓഫ്. അതിന് ഇത് സൂം ഇൻ ക്ലിക്ക് ചെയ്യുക, സൂം ഇൻ കൊടുക്കുക കണ്ടോ. സൂം ഔട്ട്. ഇത് 100%ലാണ് കിടക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ ദെൻ പ്രിന്റിങ്. പ്രിന്റിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്രിന്റിങ് ഫൺ. പ്രിന്റിംഗ് ദ ബെസ്റ്റ് വേ ഈസ് ടു ഹാവ് എ കോപ്പി ഓഫ് ഈച്ച് ഓൺ പേപ്പർ. നമുക്കൊരു പേപ്പറിലേക്ക് ഈ കാണുന്ന ടെക്സ്റ്റിനെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണ്? അത് വേർഡ് പാഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക, പ്രിന്റ് കൊടുക്കുക കണ്ടോ. പ്രിന്റിൽ ക്ലിക്ക് ചെയ്യുക, പ്രിന്റ് ഡയലോഗ് ബോക്സ് വരും കണ്ടോ. പ്രിന്റ് ഡയലോഗ് ബോക്സ് വരും. നമുക്ക് അതിനകത്ത് എന്തൊക്കെ സെലക്ട് ചെയ്യാം? പ്രിന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എല്ലാ പേജ് വേണമെങ്കിൽ ഇത്, സെലക്ട് ചെയ്ത പേജ് മാത്രമാണെങ്കിൽ ഇത്, നമ്പർ ഓഫ് കോപ്പീസ് കൊടുക്കാം, പ്രിന്റ് കൊടുക്കുക. ഇതാണ് ഇതിന്റെ പ്രിന്റിംഗ് എ ഫയൽ എന്ന ഓപ്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. എന്തുവാണ്? എങ്ങനെ എടുക്കാം? ക്ലിക്ക് ഓൺ വേർഡ് പാഡ് മെനു, ക്ലിക്ക് ഓൺ പ്രിന്റ്. നമുക്ക് പ്രിന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക, എത്ര പേപ്പർ വേണമെന്ന് അതിന്റെ റേഞ്ച് കൊടുക്കുക, നമ്പർ ഓഫ് കോപ്പീസ് കൊടുക്കുക, പ്രിന്റ് കൊടുക്കുക. ഓക്കെ, ഇതാണ് പ്രിന്റിംഗ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസ്. ഓപ്പൺ ആൻഡ് ക്ലോസ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എ ഫയൽ. ഇപ്പോൾ ഇത് സേവ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്ലോസ് ചെയ്യുക. അപ്പൊ ചോദിക്കും, ഡു യു വാണ്ട് ടു സേവ് ചേഞ്ചസ് ടു സ്റ്റാൻഡേർഡ് ഫയൽ. നമ്മളിപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുള്ളത് സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓക്കെ സേവ് കൊടുക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം? വേർഡ് പാഡ് ഒന്ന് എടുക്കുക. എടുത്തിട്ട് ഫയലിൽ പോയിട്ട് ഓപ്പൺ. നമ്മൾ എക്സിസ്റ്റിംഗ് ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതിനാണ് ഓപ്പൺ കൊടുക്കുന്നത്. ഓക്കെ, ഡോക്യുമെന്റ്സിലാണ് നമ്മൾക്ക് ഇവിടെ വേണ്ട ഏത് ഫയൽ ഓപ്പൺ ചെയ്യുന്ന ആ ഫയൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഫയൽ. ഓക്കെ, വന്ന കണ്ടോ? ഓപ്പൺ കൊടുക്കുക. വന്നു. ഇതാണ് ഓപ്പണിംഗ് ഫയൽ. ക്ലിക്ക് ഓൺ വേർഡ് പാഡ് മെനു, ക്ലിക്ക് ഓൺ ഓപ്പൺ. ഓക്കെ, ദെൻ നമ്മൾ എവിടെയാണ്? ഡീഫോൾട്ട് സ്റ്റോറേജിങ് ഏരിയയായ ഡോക്യുമെന്റിലാണ് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചത്. സോ നമ്മൾ അതാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അതിൽ നിന്ന് ഫയൽ നെയിമിന്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഇനി ക്ലോസ് ആണെങ്കിലോ ഫയൽ എടുക്കുക, എക്സിറ്റ്. ഓക്കെ, ഫയൽ എടുക്കുക, എക്സിറ്റ്. നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പാഠം. ഈ ലെസൺ നന്നായിട്ട് വായിക്കുക. 5 times വായിച്ചിട്ട് നോട്ട് വരുമ്പോൾ നോട്ട് കമ്പൽസറി ആയിട്ട് അന്ന് തന്നെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അസൈൻമെന്റും പ്രോജക്റ്റിന്റെ കാര്യം മറക്കണ്ട. നമസ്തേ.